ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു മീൻ കുളം ഉണ്ടാക്കാനായിട്ടാണ്, ഫിഷ് ടാങ്ക് ഉണ്ടാക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയ ചിലവേ വരുന്നുള്ളൂ. നമ്മൾ കട്ടയൊക്കെ വെച്ചിട്ട് അതിൽ ടാർപോളിൻ ഇട്ടുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു അക്വേറിയം അല്ല ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടനോട് തൊട്ട് വരുന്ന ബെല്ലൈക്കണും എനേബിൾ കൂടി ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് കൂടി ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഒരു വീഡിയോയിലുണ്ട് പോയാലോ. ആദ്യം നമ്മൾ എവിടെയാണോ കുളം ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഈ ടാങ്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. നമ്മൾ ചൂലൊക്കെ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെയുള്ള സിമെൻറ്റ് കട്ടയും അതുപോലെ തന്നെ സ്റ്റിക്കുകളുമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഒരു സിമെൻറ്റ് കട്ട എടുക്കാൻ ഉദ്ദേശിച്ച കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചെറിയൊരു വിലയുള്ളൂ, 20 രൂപ എങ്ങാണ്ടേ ഉള്ളൂ ഇതിന് ഒരു കട്ടയ്ക്ക് വില വരുന്നത്. നല്ല വീതിയും നീളവും ഉള്ള ഒരു കട്ടയാണ്, ഒരു 3 ഇഷ്ടികയുടെ നീളം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ ഒരു ആക്ഷനിൽ വെച്ചിട്ടുണ്ട് ക്യാമറ. ഇതുപോലെ ഒരു കട്ട വെച്ചതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ ഒരു സിമെൻറ്റിൻ്റെ ആ ഒരു കട്ട ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ടൈറ്റായി കൊടുക്കാം ആ ഒരു കട്ട ഇഷ്ടികയൊക്കെ വെച്ച്. ഇനി ഇതുപോലെ നമുക്കൊരു ഐഡിയക്ക് അനുസരിച്ച് ഒരു സ്ക്വയർ, ഒരു ചതുരാകൃതിയിലൊരു ഇതുപോലെ ഇതിൻ്റെ കൊണ്ട് ഒരു ആകൃതി ഉണ്ടാക്കിയെടുക്കണം. 2 ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കുറച്ചൊരു ഉയരം കിട്ടാനായിട്ടാണ്. അപ്പോൾ നമ്മളിത് ഇതുപോലെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചൊക്കെ ഇതുപോലെ അങ്ങ് പെറുക്കി അടുക്കി വെച്ച് കൊടുക്കുക. ഇത് പെറുക്കി അടുക്കി വെക്കുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം നിറക്കുന്ന ടൈമിൽ ഇത് പുറത്തോട്ട് തള്ളി മറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. നമ്മൾ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ അടുക്കി വെച്ച് കൊടുക്കുക. ഇഷ്ടികകളും അതുപോലെ തന്നെ ഈ കട്ടയൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് വെച്ച് റെഡിയാക്കി കൊടുക്കുക. അതൊക്കെ ഒന്ന് ടൈറ്റാക്കി കല്ലൊക്കെ ഇട്ടൊന്ന് ടൈറ്റാക്കിയും കൂടി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഒക്കെ പാടെ മറിഞ്ഞ് വീഴും, മീനും പോവും, ഒക്കെ പണിയാവും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിച്ചതിന് ശേഷം വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പണി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു പൊടിയൊക്കെ നമുക്ക് എടുത്ത് കളയണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ചൂലുകൊണ്ട് നല്ല രീതിക്ക് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു കുളം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഷീറ്റ് ഇടേണ്ട ഒരു പരിപാടിയാണ് വരുന്നത്. അതിന് മുമ്പായിട്ട് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഈ ഒരു കുളം ഇതുപോലെയാണ് ഇപ്പോൾ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഷീറ്റ് ഇടുന്ന ടൈമിൽ കല്ലൊക്കെ കൊണ്ട് ഈ ഒരു ഷീറ്റ് കീറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്പോഞ്ചിൻ്റെ പീസോ അല്ലെങ്കിൽ ചാക്കോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കിട്ടുന്ന എന്തായാലും അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്പോഞ്ചിൻ്റെ പീസ് കിട്ടിയപ്പോൾ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്പോഞ്ചിൻ്റെ പീസ് കറക്റ്റായിട്ട് മുറിച്ചതിന് ശേഷം ഈ ഒരു രീതിക്ക് വെച്ച് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കുളം കാണാനുണ്ടാവുക. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ഇതിൽ ഷീറ്റ് ഇടേണ്ട ഒരു പണിയാണ് വരുന്നത്. ഇതുപോലെ സ്പോഞ്ച് ഇട്ടുകൊണ്ട് നമുക്ക് ഷീറ്റിൻ്റെ കാലാവധി കുറച്ച് കൂട്ടാൻ കഴിയും. അപ്പോൾ നമ്മൾ ഷീറ്റിൽ വെള്ളം നിറക്കുന്ന ടൈമിൽ അത് കല്ല് ഉണ്ടെങ്കിൽ കല്ലോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി നല്ല വെയിറ്റ് വരും ഷീറ്റിൽ വെള്ളം നിറച്ചാൽ. അപ്പോൾ ഒരു കല്ലെന്തെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കീറിപ്പോവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ആ ഒരു സ്പോഞ്ച് വെച്ച് കൊടുത്തത്. അപ്പോൾ നമ്മളിതുപോലെ ഷീറ്റ്, ഇതിപ്പോൾ എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് കവർ രൂപത്തിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന സാധനങ്ങൾക്ക് വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ആ വെയിറ്റ് വെക്കാനായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ഓടൊക്കെ എടുത്തിട്ടുണ്ട്, ഓടിൻ്റെ പൊട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടിക കിട്ടുന്ന സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാം വെച്ച് ആ ഒരു ഷീറ്റ് മറിഞ്ഞ് വീഴാത്ത രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് വെള്ളം നിറക്കേണ്ട ഒരു പരിപാടിയും കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുളത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബക്കറ്റിൽ കൊടുന്ന് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് കുറച്ച് നല്ല ഫില്ലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഫില്ലാവുന്ന രീതിയിൽ നമ്മൾ വെള്ളം നിറച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട്, യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ മുക്കാഭാഗം ഒരു അരഭാഗത്തിലേറെ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് മീനിപ്പോൾ നമ്മുടെ കയ്യിലില്ല. നമ്മൾ ഓൾറെഡി ഒരു കുളം ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിരുന്നു. വലിയൊരു കുഴിയൊക്കെ കുത്തിയിട്ട് അതിൽ ടാർപോളിൻ ഇട്ട് വലിയൊരു രീതിയിലുള്ള ഒരു 14 ലിറ്റർ വെള്ളം കൊള്ളുന്ന രീതിയിലുള്ള ഒരു കുളത്തിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു കുളത്തിലാണ് നമ്മുടെ മീനുകളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു കുളത്തിൽ മീൻ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പൂവൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് മീനാണ്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്നൊരു വീഡിയോ, നമ്മൾ ഗപ്പിക്ക് വേണ്ടിയിട്ടാണ് ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയത്. ഇപ്പോൾ നമ്മൾ തൽക്കാലത്തിന് ഇതുപോലുള്ള മീനുകളൊക്കെ കിട്ടുമെന്നുള്ളൂ. അപ്പോൾ ഇത് വലിയ നമ്മൾ ഗപ്പീസൊക്കെ കൊണ്ടുവന്ന ടൈമിൽ നിങ്ങളെ അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കും കൂടി ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ.